എല്ലാവർക്കും റോസിൻ്റെ ഫോർത്ത് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പ്രീവിയസ്ലി കണ്ട 3 വീഡിയോയിൽ എന്തൊക്കെയാണ് നോക്കിയതെന്ന് നോക്കാം. ഫസ്റ്റ് വീഡിയോയിൽ റോസ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വീഡിയോയിൽ ഉബുണ്ടു ഇൻസ്റ്റലേഷൻ വിർച്വൽ ബോക്സിൽ, മൂന്നാമത് റോസ് കൈനറ്റിക്കിൻ്റെ ഇൻസ്റ്റലേഷൻ ആണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കാറ്റ്കിൻ, എന്താണ് കാറ്റ്കിൻ വർക്ക് സ്പേസ്, എന്താണ് കാറ്റ്കിൻ വർക്ക് സ്പേസ് സോഴ്സ്, എങ്ങനെയാണ് കാറ്റ്കിൻ വർക്ക് സ്പേസും വർക്ക് സ്പേസ് സോഴ്സും ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് കാറ്റ്കിൻ പാക്കേജ്. ഈ 4 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് നോക്കാം എന്താണ് കാറ്റ്കിൻ. കാറ്റ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസിൻ്റെ ഒരു പാക്കേജ് മാനേജർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കറിയാം റോസിൽ ഒരുപാട് ഡിപ്പെൻഡൻസീസും ഒരുപാട് ലൈബ്രറീസും ഉണ്ട്. നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിപ്പെൻഡൻസീസും ലൈബ്രറീസും ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റിനെ ഒരു റോസ് പ്രൊജക്റ്റ് ആക്കി മാറ്റുന്നത് ഈ കാറ്റ്കിൻ ആണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കാറ്റ്കിൻ വർക്ക് സ്പേസ് എന്താണെന്ന് നോക്കാം. ഒരു കാറ്റ്കിൻ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് home/ എൻ്റെ കേസിൽ ek/catkin_ws. ഈ catkin_ws നമ്മുടെ റോസ് പ്രൊജക്റ്റിൻ്റെ ഡിപ്പെൻഡൻസീസും അതിൻ്റെ സോഴ്സ് കോഡും ഒക്കെ റെസ്റ്റ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ വർക്ക് സ്പേസിലായിരിക്കും. പിന്നെ കാറ്റ്കിൻ വർക്ക് സ്പേസ് സോഴ്സ്, അതായത് catkin_workspace/source. ഈ സോഴ്സ് ഫോൾഡറിനകത്തായിരിക്കും നമ്മുടെ ആക്ച്വൽ സ്ക്രിപ്റ്റ്സ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഫയൽസ് എല്ലാം പ്രോജക്റ്റ് ഉൾപ്പെടെ ഇരിക്കുന്നത് ഈ സോഴ്സ് ഫോൾഡറിലായിരിക്കും. പിന്നെ കാറ്റ്കിൻ പാക്കേജ്, ഓരോ പ്രോജക്റ്റിനെയും നമ്മൾ വിളിക്കാൻ പോകുന്നത് കാറ്റ്കിൻ പാക്കേജ് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ പ്രൊജക്റ്റ് ഫോൾഡർ ആ രീതിയിൽ റോസിൽ വർക്ക് ചെയ്യില്ല. നമ്മളതിനെ കാറ്റ്കിൻ യൂസ് ചെയ്ത് ഒരു കാറ്റ്കിൻ പാക്കേജായി കൺവേർട്ട് ചെയ്യണം, എന്നാലേ നമുക്കത് റോസിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സോ അതാണ് കാറ്റ്കിൻ പാക്കേജ്. കാറ്റ്കിൻ പാക്കേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റലേഷൻ ഫോൾഡർ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ഫയൽസിൽ പോവുക, ഫയൽസിൽ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൽ OPT എന്നുള്ള ഫോൾഡറിനകത്ത് റോസ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ആക്ച്വലി റോസ് കൈനറ്റിക് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. തിരിച്ച് നമുക്ക് ഹോമിലേക്ക് പോകാം. ഈ ഹോമിലായിരിക്കും നമുക്ക് catkin_ws എന്നുള്ള പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെർമിനലിനകത്ത് നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കമാൻഡ് pwd എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി കിട്ടും. അതായത് home_ek ആണ് നമ്മുടെ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. അപ്പോൾ നമ്മൾ catkin_ws എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടെർമിനലിനകത്ത് mkdir സ്പേസ് catkin_ws ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ catkin_ws എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഫോൾഡർ ആക്സസ് ചെയ്യാൻ വേണ്ടി ls ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ls നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ ഹോം ഫോൾഡറിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് കാറ്റ്കിൻ ആക്സസ് ചെയ്യാൻ വേണ്ടി cd സ്പേസ് catkin_ws. ഇപ്പോൾ catkin_ws കയറി അതിനകത്ത് ls അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ catkin_ws-നകത്ത് നമുക്കൊരു സോഴ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തപോലെ mkdir src. ഇപ്പോൾ നമ്മൾ സോഴ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ls ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് src എന്നുള്ള ഫോൾഡർ കാണാം. നമ്മൾ ആ ഫോൾഡറിലേക്ക് കയറണ്ട. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാറ്റ്കിൻ വർക്ക് സ്പേസും കാറ്റ്കിൻ സോഴ്സും ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫോൾഡറിലേക്ക് കുറച്ച് റോസ് ഡിപ്പെൻഡൻസീസ് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ catkin_make ടൈപ്പ് ചെയ്യുക. catkin_ws എന്നുള്ള ഫോൾഡറിൽ നിന്ന് catkin_make എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ catkin_make എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 3 ഫോൾഡർ കാണാം: ബിൽഡ്, ഡെവൽ ആൻഡ് സോഴ്സ്. ഈ ബിൽഡും ഡെവലും റോസിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ബിൽഡിലേക്ക് റോസ് എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന ബിൽഡുകൾ സ്റ്റോർ ചെയ്യുന്ന, ഡെവലപ്മെൻറ്റ് ഫയൽസ് സ്റ്റോർ ചെയ്യും. സോഴ്സിനകത്താണ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ നോക്കിയത് കാറ്റ്കിൻ എന്താണെന്നും കാറ്റ്കിൻ വർക്ക് സ്പേസ് എന്താണെന്നും കാറ്റ്കിൻ സോഴ്സ് എന്താണെന്നും നമ്മൾ കാറ്റ്കിൻ മേക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ കാറ്റ്കിൻ വർക്ക് സ്പേസ് ബിൽഡ് ചെയ്തു. ഇനിയും പിന്നെ അവസാനം പറഞ്ഞത്
കാറ്റ്കിൻ സോഴ്സിനകത്താണ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് വെച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റോസിൻ്റെ കുറച്ച് ഫണ്ടമെൻറ്റൽസ് റീവിസിറ്റ് ചെയ്യാം. ഇൻട്രൊഡക്ഷനിൽ കണ്ട കുറച്ച് ഫണ്ടമെൻറ്റൽസ്, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.